ഹോർമൂസ് കടലിടുക്കിലേക്ക് അമേരിക്ക യുദ്ധവിമാനങ്ങൾ അയച്ച് കടലിടുക്ക് നിയന്ത്രണാവകാശങ്ങൾ എല്ലാം കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇറാനെ വിറപ്പിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എട്ടായി മടക്കേണ്ട സാഹചര്യമാണ്. നമുക്കറിയാം, ലോക ഗതാഗതം, ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 20% ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് സഞ്ചാരപാതയുള്ളത്. തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വ്യാവസായിക പാതയാണ്. അവിടേക്ക് ചുങ്കം കൊടുക്കേണ്ടത് അമേരിക്ക വരുത്തിവെച്ച വിപത്താണ്. വാസ്തവത്തിൽ അതിനു മുമ്പ് ഏത് ചരക്ക് ഗതാഗതവും സുഗമമായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു കടലിടുക്ക് ഇറാൻ എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ നിലപാടെടുത്തത്? ഇറാനെ അങ്ങനെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇറാന് വീണ്ടും കൂടുതൽ അറബ് രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധവുമായി വരുന്നു എന്ന വാർത്തയാണല്ലോ വന്നത്. UAE കടുത്ത രീതിയിൽ ഇറാനെതിരെ സാമ്പത്തിക ഉപരോധവുമായി വരുന്നു. സൗദിയും അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നു. UAEക്കെതിരെയും സൗദിക്കെതിരെയും ഇറാൻ ആക്രമണ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ ആവശ്യം എന്താണ്? ഗൾഫ് രാജ്യങ്ങളിൽ അവർക്ക് ഇടിഞ്ഞുപോയ അവരുടെ സ്വാധീനം വീണ്ടും വർദ്ധിപ്പിച്ചെടുക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള ചാൻസ് ഉണ്ടോ? കാരണം ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ ഡോളർ വിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരെടുക്കുന്ന മെല്ലെപ്പൊക്ക് നയം, കൂടുതൽ വ്യാപാരങ്ങൾ വേണ്ട, അതൊക്കെ അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിച്ചാൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. ഡോളറിൻ്റെ വിനിമയ മൂല്യം തകർച്ചയിലേക്ക് പോയാൽ അമേരിക്കയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇപ്പോൾ തന്നെ $40 ട്രില്യൺ US കടമാണ് ഉള്ളത്. നോക്കണം, $40 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്ര ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ട്രംപിൻ്റെ സർക്കാർ അത് അധികാരത്തിൽ നിന്ന് പോയാൽ മാത്രമേ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന വിഷൻ പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഡെമോക്രാറ്റുകൾ വാദഗതി ഉന്നയിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക 2029 വരെ എങ്ങനെ കടിച്ചു തൂങ്ങിയിരിക്കാൻ കഴിയും? പക്ഷേ നമുക്കറിയാം, ട്രംപിൻ്റെ ഭരണകൂടം അത്രമേലൊന്നും വലിയ മാറ്റങ്ങൾ മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ലോക ഭൂപടത്തെ നിയന്ത്രിക്കാൻ മാത്രം കരുത്തരാണ് അമേരിക്ക എന്ന് വീണ്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ട്രംപ് അധികാരത്തിലേക്ക് വന്നതെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അവകാശപ്പെടുന്നത്. പക്ഷേ വാസ്തവത്തിൽ ജോ ബൈഡനേക്കാൾ എത്രയോ തകർച്ചയിലേക്ക് പോയിരിക്കുകയാണ് ട്രംപിൻ്റെ ഭരണകൂടം എന്ന യാഥാസ്ഥിതികത്വം അമേരിക്ക മൊത്തത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെ ഭയപ്പെടുത്താനും പേടിപ്പിക്കാനും ശ്രമിച്ചില്ലെങ്കിലും വേണ്ടില്ല, സ്വന്തം രാജ്യത്തെ പൊതുകടം അത് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? അതാണ് രാജ്യത്തുള്ളവർ കൂടുതലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.